നമസ്കാരം. അമേരിക്കയും ഇറാനുമായുള്ള യുദ്ധത്തിന് വലിയ താമസമില്ലാതെ തന്നെ സമാപനം കുറിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച ചർച്ചകളൊക്കെ തന്നെ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും അവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അന്തിമമായ തീരുമാനമെടുക്കേണ്ട വ്യക്തി അവിടുത്തെ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയാണ്. ഈ മുജ്തബ ഖമേനി ഇപ്പോഴും എവിടെയാണ് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ അവിടെ ബങ്കറിനുള്ളിൽ ഇപ്പോഴും കഴിയുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേൽ ഏത് നിമിഷം വേണമെങ്കിലും മുസ്തഫ ഖമേനി ആക്രമിച്ച് വധിക്കും എന്നുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുസ്തഫ ഖമേനി വളരെ അതീവ രഹസ്യമായി ഏതോ ഒരു കേന്ദ്രത്തിൽ താമസിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ഉടലെടുക്കുന്നത്. അമേരിക്കയും ഇറാനുമായുള്ള ചർച്ചകളുടെ വിശദാംശങ്ങൾ മുസ്തഫ ഖമേനിക്ക് ലഭിക്കേണ്ടതുണ്ട്. മുസ്തഫ ഖമേനിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ മുസ്തഫ ഖമേനി യാതൊരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതേയില്ല. അതായത് അദ്ദേഹത്തിന് നൽകേണ്ടുന്ന സന്ദേശങ്ങളെല്ലാം തന്നെ കത്തുകളുടെ രൂപത്തിലാണ്, അതായത് കൊറിയറിലായിട്ടാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ മുസ്തഫ ഖമേനിയുടെ കൈവശം ഓരോ കത്തുകളും എത്താൻ ദിവസങ്ങളെടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇറാനെ പോലുള്ള വളരെ വിശാലമായൊരു രാജ്യത്ത് ഈ മുസ്തഫ ഖമേനി എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കും തന്നെ അറിയില്ല. ഇറാനിലെ തന്നെ പ്രമുഖരായ സൈനിക മേധാവികൾക്കോ അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണകർത്താക്കൾക്കോ പോലും ഈ മുസ്തഫ ഖമേനി എവിടെയുണ്ടെന്ന് അറിയില്ല എന്നാണ് പറയപ്പെടുന്നത്. മുസ്തഫയുടെ ഏറ്റവും വിശ്വസ്തരായ ദൂതന്മാർ വശമാണ് ഈ കത്തുകൾ എത്തുന്നതും. അങ്ങനെ കത്തുകൾ ലഭിച്ച് അതിന് മറുപടി തയ്യാറാക്കി തിരികെ വീണ്ടും അമേരിക്കയുടെ ദൂതന്മാർക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ മധ്യസ്ഥ വഹിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ പ്രതിനിധികൾക്ക് എത്തിക്കാൻ ദിവസങ്ങളെടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമാധാന ചർച്ച നീണ്ടു പോകുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ച ഘട്ടത്തിൽ അന്ന് തന്നെ ഇറാനിലെ അന്നത്തെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. ഒപ്പം അന്ന് മുസ്തഫ ഖമേനിക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ആദ്യഘട്ടങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് അദ്ദേഹം കോമ സ്റ്റേജിലാണെന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒരു കാല് നഷ്ടപ്പെട്ടു എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ആകൃതി നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏറ്റവും ഒടുവിലായി പറയുന്നത് അദ്ദേഹത്തിൻ്റെ തോളിന് ചെറിയ പ്രശ്നമുണ്ട് എന്ന് മാത്രമാണ്. ഏതായാലും മുസ്തഫ ഖമേനിയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ആർക്കും വ്യക്തമല്ല. പക്ഷേ തൽക്കാലത്തേക്ക് അദ്ദേഹം എവിടെ ഉണ്ടെന്നുള്ള കാര്യം പുറത്തുവിടാൻ ഒരു കാരണവശാലും ഇറാൻ സമ്മതിക്കുന്നില്ല. ഇതിന് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ ഏത് നിമിഷം വേണമെങ്കിലും മുസ്തഫ ഖമേനിയെ കൊല്ലാം എന്നുള്ളത് തന്നെയാണ്. കൂടാതെ ഇസ്രായേൽ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് ഇപ്പോഴും പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മുസ്തഫ ഖമേനിയുടെ കൂടി അന്തിമ അനുമതി ലഭിച്ചാൽ മാത്രമേ ഈ യുദ്ധത്തിന് ഒരു വിരാമമാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയെ നേരിടുന്ന പ്രതിസന്ധി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചത് എങ്ങനെയെങ്കിലും യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. കാരണം അമേരിക്കയ്ക്കുണ്ടായ കനത്ത നഷ്ടത്തിൻ്റെ പേരിൽ അമേരിക്കൻ ജനത ഇപ്പോൾ ശരിക്കും ഡൊണാൾഡ് ട്രംപിനോട് വല്ലാത്ത ദേഷ്യത്തിലാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ യുദ്ധം എന്ന് അവസാനിക്കും എന്നുള്ള ആ തീരുമാനം നീണ്ടു പോകുന്നത്. ഹോർമോസ് കടലെടുക്ക് തുറന്നു കൊടുക്കാനൊക്കെ തന്നെ ഇരു ഭാഗങ്ങളിൽ തീരുമാനമായി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് ആധികാരികമായി പ്രതികരിക്കേണ്ടത് മുസ്തഫ ഖമേനിയുടെ ഓഫീസാണ്, മുസ്തഫ ഖമേനിയാണ്. പക്ഷേ അത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ഇപ്പോഴും ലഭ്യമല്ല. പാശ്ചാത്യ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന അതീവ രഹസ്യമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു കൃത്യത എപ്പോഴായിരിക്കും എന്നുള്ളത് ആർക്കും പറയാനും കഴിയുകയില്ല. ഏതായാലും ഇറാനിലെ ജനതയും അമേരിക്കൻ ജനങ്ങളുമൊക്കെ തന്നെ ആകെ ആകാംക്ഷയിലാണ്. കാരണം മുസ്തഫ ഖമേനിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ഇനി നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞതുപോലെ അദ്ദേഹം അബോധാവസ്ഥയിൽ തന്നെ കഴിയുകയാണോ, അതോ മുസ്തഫ ഖമേനിയുടെ പേര് പറഞ്ഞ് അവിടുത്തെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഉന്നതന്മാർ ഇത് അദ്ദേഹത്തിന് നൽകാനെന്ന പേരിൽ സ്വന്തമായി തന്നെ കത്തുകൾ തയ്യാറാക്കുകയാണോ എന്നുള്ള സംശയമുണ്ട്. കാരണം നേരത്തെ ചില കത്തുകൾ പുറത്ത് വന്നതിൻ്റെ കൈയക്ഷരം പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നത് മുസ്തഫ ഖമേനിയുടേത് അല്ല എന്ന് പലരും പറഞ്ഞിരുന്നു. ഈ IRGC സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ അവിടെ ഏറ്റവും തങ്ങളുടെ ശക്തി കളിക്കാനുള്ള ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇറാനിലെ പ്രസിഡന്റ് പെഷസ്കിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവിടെ യാതൊരു അധികാരവുമില്ലാത്ത അവസ്ഥ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പെഷസ്കിയാന് സ്വതന്ത്രമായി ഒരു തീരുമാനമെടുക്കാനും കഴിയുകയില്ല. IRGC അവിടുത്തെ ഈ മത കൗൺസിലുമൊക്കെ പറയുന്നതനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനും കഴിയുകയുള്ളൂ. പക്ഷേ മുസ്തഫ ഖമേനിക്ക് എന്ത് സംഭവിച്ചു, അദ്ദേഹം ഇപ്പോൾ ഏത് അവസ്ഥയാണ് കഴിയുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവരാതെ ഒരിക്കലും യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാകുകയില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എങ്കിലും ഈ കത്തുകൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ദിവസങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി വേഗത്തിൽ ഈ ആശയവിനിമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിന് ഒരുപക്ഷെ ഈ വരും ദിവസങ്ങളിൽ തന്നെ അടിയന്തരമായി പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തൻ്റെ കുടുംബത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില ചടങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ട് വൈറ്റ് ഹൗസ് തന്നെ തുടരുകയാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഒരു അന്തിമ തീരുമാനമുണ്ടായാലും ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാൻ ഡൊണാൾഡ് ട്രംപ് അവിടെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം തൻ്റെ
കുടുംബപരമായ വളരെ പ്രധാനപ്പെട്ട ചില ചടങ്ങുകളിൽ നിന്ന് പോലും വിട്ടുനിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും മുസ്തഫ ഖമേനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇറാനിലെ വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അവരുടെ ഒരു നിലപാടനുസരിച്ച് ഇരിക്കും ഇനി അങ്ങോട്ട് ഈ യുദ്ധത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ഏതായാലും വലിയ കാലതാമസമില്ലാതെ തന്നെ യുദ്ധം അവസാനിക്കുമെന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളും അമേരിക്കൻ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തന്നെ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്.